വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നെന്ത് സ്പെഷ്യൽ വെച്ചാൽ വിഹാൻ ഫസ്റ്റ് ടൈമായിട്ട് ഡേ കെയറിലോട്ട് പോകാൻ പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഉറക്കം കൂടി വന്നിട്ടില്ല. എൻ്റെയും വിക്കേറ്റിൻ്റെ പാരൻസിനൊപ്പം സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്തിൽ പോയിട്ട് ഇരുന്നിട്ടില്ല. ആൻഡ് അവൻ്റെ റിയാക്ഷൻ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ ഡേ കെയറിൽ അതൊന്നും അലൗഡല്ല. പക്ഷേ അറിയില്ല അവൻ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ല. പക്ഷെ ഇത് ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ചത് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാരൻസിനെ കൊണ്ടുവരാം. ഡേ കെയറിൽ നല്ല പൈസയാണ് ഡേ കെയറിൽ കൊടുക്കണമെങ്കിൽ. പക്ഷെ അതിന് പാരൻസ് വന്നിട്ട് സ്റ്റേ ചെയ്യാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഇവൻ്റെ സോഷ്യൽ സ്കിൽസ് ഭയങ്കര മോശമായിട്ടുണ്ടായിരുന്നു. ആരുടെ അടുത്തും പോകില്ല, ഓൺലി ഫാമിലീസിൻ്റെ അടുത്ത് മാത്രമേ പോകുന്നുള്ളൂ. അവനങ്ങനെ ഇനി നമ്മൾ എന്തെങ്കിലും ഫ്രണ്ട്സ് ഗ്യാതറിങ് ഒക്കെ പോകുമ്പോൾ, ബർത്ത്ഡേ പാർട്ടീസൊക്കെ പോകുമ്പോൾ എവിടെ പോയാലും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വി തോട്ട് ഫസ്റ്റ് നമുക്ക് വന്നിട്ട് കുഞ്ഞിനെ നമുക്ക് ഡേ കെയറിൽ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ വേറെ കുട്ടികളുടെ കൂടെ പോകും. അതല്ലാതെ ഇവൻ ഇനിയും അവൻ കയ്യിൽ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മളാണ് ഇപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാല് കുടിക്കാറില്ല. സോ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ കുട്ടികൾ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞും ചേഞ്ച് ആവും. ഇപ്പം നമ്മുടെ കൂടെ ഇരുന്നിട്ട് ലാലിച്ച് കുഞ്ചിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ അങ്ങനെ നല്ല അഡ്വാൻറ്റേജ് എടുക്കും. എന്നെയും ശരി വിക്കേറ്റനും ശരി നല്ല അഡ്വാൻറ്റേജ് എടുക്കും. ഇപ്പം അമ്മയും അച്ഛനും വന്നതുകൊണ്ട് ഫുൾ സർ വന്നിട്ട് നല്ലൊരു കൊഞ്ചിച്ചൽ മോഡിലാണ് എല്ലാവരും. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് അമ്മയും അച്ഛനും പോകാൻ ഇനി ഒരു നെക്സ്റ്റ് വീക്കാണ് അവർ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു ഡേ കെയറിൽ. സോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ട് വിഹാനെ ഡേ കെയറിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ അതെനിക്ക് നല്ല ക്യാപ്ചർ ചെയ്ത് വെക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വിഹാൻ വന്നിട്ട് അമ്മയുടെ അച്ഛൻ്റെ ഒപ്പമാണ് അവർ ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ എപ്പോഴും ഫുഡ് കഴിക്കില്ല. അതൊരു റിയലി ബാഡ് ഹാബിറ്റാണ്. എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവൻ വന്നിട്ട് പാല് മാത്രം മതി. സോ അതുകൊണ്ട് അമ്മയും അച്ഛനും ഫീഡ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോവില്ല, എൻ്റെ അടുത്തോ ചാടി കയറി വന്നേക്കും. സോ അതുകൊണ്ട് ഇപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ ഒപ്പമാണ്. പിന്നെ ഡേ കെയറിലും വിളിച്ച് ചോദിക്കണം നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോകണം എന്ന് അറിയില്ല. സോ അതുകൊണ്ട് എന്തൊക്കെ സാധനം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് ചോദിക്കണം. എവിടെ ഉണ്ട് വിഹാൻ കുട്ടി? എവിടെ? ഇന്ന് ഫസ്റ്റ് ഡേ ഡേ കെയറിലോട്ട് പോവാൻ പോണോ? ടുങ്കുടു ടുങ്കുടൂസ് എന്താണ് വിഹാൻ? പോവാ നമുക്ക്. റെഡിയാണോ? അതെ, ഫ്രണ്ട്സ് ആവില്ലേ? അതെ, ഇപ്പൊ വിളിച്ചു. നമ്മളെ വിളിച്ചപ്പോ അവര് സാധനങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ എടുത്തു വെക്കണം. ഒരു ബ്ലാങ്കറ്റ്, പിന്നെ ബെഡ്ഷീറ്റ്, 2 സെറ്റ് ഓഫ് ഡ്രസ്സ് ഉണ്ട്. അവന് സോക്സ് ആണ് അവന് ഇട്ട് ശീലം. സോ അതുകൊണ്ട് സോക്സ്, പിന്നെ നാപ്പീസ്, പിന്നെ അവർ ഹാറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിഹാൻ ഇടാറില്ല ഹാറ്റ് അങ്ങനെ ഒന്നും. ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് സ്ഥലം വിടാം. എടാ വിഹാൻ പിടിച്ചോ. ആ ആ ഇവിടെ കാണിക്ക ആഗ്രഹപ്പാ. ഓം നമ ശിവായ. കുഞ്ഞിന് ഒരു ഐഡിയ ഇല്ല അവന്റെ ഡേ കെയർ പോണ്ടത്. അതെ, ബായ് പറ വിഹാൻ, ടാറ്റ പറ. വരൂ.
Vihan, are you ready? വിഹാൻ റെഡി ആണോ ഡേ കെയറിലോട്ട് പോവാന്? നമ്മളിപ്പോൾ ഡേ കെയറിൻ്റെ അടുത്ത് എത്തി. ഇനി എന്താ നടക്കണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല. എന്നാൽ നമുക്ക് അവിടെ എത്തിയിട്ട് എന്താ നടക്കേണ്ടതെന്ന് നോക്കാം. പക്ഷെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ നടക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എല്ലാം ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പറയാം. Nikki, how do you feel? Scared, excited. അറിയില്ല, നോക്കട്ടെ എന്താവോ. ഞങ്ങളിപ്പോൾ വിട്ടിട്ട് വന്നപ്പോൾ കുറച്ച് നേരം ഞങ്ങള് അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം നോക്കിയ വിഹാൻ പോയിട്ട് അവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെ കൂടെ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അറിയാണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന്. ഇപ്പം ഞങ്ങൾ നോക്കിയവരെ ഒന്നും കറഞ്ഞിട്ടില്ല. അവൻ ഹാപ്പി ആയിട്ടിരുന്ന ടോയ്സിനെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു സത്യം അവന് ഉറക്കം വന്നാൽ ഭയങ്കരമായിട്ട് ഇളകും. ഉറക്കം വന്നാൽ അവന് തീരെ പറ്റില്ല. ഭയങ്കര മൂടിയാവും. സോ ഉറക്കം വന്നാൽ എന്താവും പറയാൻ പറ്റില്ല. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 1 hour കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. അറൗണ്ട് 11:30. നമ്മളിപ്പോൾ വിട്ടത് ഒരു 10:30 ആയി. ഓൾമോസ്റ്റ് 10:30 ആയി. അവർ നമ്മൾ 1:30 11:30 അവർ നമ്മളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. എനിക്ക് ഒരുമാതിരി ഒരു ഡിഫറെന്റ് ഫീലാണ് വിഹാനെ വിട്ടിട്ട് വരുന്നത്. അതെ, നമ്മൾ പാരന്റ്സിനൊപ്പം വിട്ടിട്ടുണ്ട്. ആസ് ഐ സെഡ് ബിഫോർ, പാരന്റ്സിനൊപ്പം വിട്ടിട്ടുണ്ട്. എൻ്റെ പാരന്റ്സിൻ്റെ അടുത്തും വിക്കേട്ടൻ്റെ പാരന്റ്സിൻ്റെ അടുത്തും. പക്ഷെ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം ഇരുന്നിട്ടില്ല വിഹാൻ. സോ അതുകൊണ്ട് ഒരുമാതിരി ഒരു പേടി. അവന് പേടിയിട്ടോല്ലേ? എനിക്കും വിക്കറ്റിന് പേടിയുണ്ടോ? ചെറിയ പേടി, ഒരു പേടി ഉണ്ട് എനിക്ക്. പേടി അതല്ല, അവൻ ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. അതാണ് എനിക്കൊരു പേടിയായിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. എന്നാ നമുക്ക് ഒരു 1 hour കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് എന്താന്ന് പറയാം. Later that same whoopsie-doodle day. നമ്മള് വിഹാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ കെയർ വന്നിട്ടുണ്ട്. അവർ വിളിച്ച് പറഞ്ഞു അവൻ ഉറങ്ങുന്നില്ല, ബെഡിൽ ഇട്ട് കിടക്കാൻ വെച്ചാൽ വന്നിട്ട് കരയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വരാൻ പറ്റുമോ അപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഫസ്റ്റ് ഡേ അല്ല, നമ്മൾ അത്രയും അവനെ വന്നിട്ട് കുറേ നേരം ഒന്നും ഇരുത്തിക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ആ സ്ഥലം വന്നിട്ട് ഇനി എന്തൊക്കെ ചെയ്തു ഞാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. അവർ പറയുമല്ല അല്ല വിക്കി? നിങ്ങൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ വിഹാൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരും ഉറങ്ങുണ്ടായിരുന്നു. പക്ഷെ വിഹാൻ മാത്രം പാവം നല്ല കരഞ്ഞിട്ട് നിങ്ങളെ നല്ലോണം മിസ് ചെയ്തു തോന്നല്ലേ കുഞ്ഞി? ഒരേ കരച്ചില്. അപ്പൊ അവര് നമ്മൾക്ക് എന്താ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത്ര കയ്യിലെടുക്കണ്ട. ഈ 2 ദിവസം നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് മൺഡേക്കാണ് പറഞ്ഞിരിക്കുന്നത്. മൺഡേ ആൻഡ് ഫ്രൈഡേസ് ആണ് വിഹാന്റെ ഡേ കെയർ. കുറേ നേരം കയ്യിൽ ഒക്കത്ത് വെക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ചെയ്യണം. അത് ഭയങ്കര പാടാ. ഞാനിരിക്കുമ്പോൾ എന്തായാലും ഭയങ്കര പാടാണ്. അവൻ എൻ്റെ അടുത്തിരിക്കും, നിങ്ങൾ ഫീഡ് ചെയ്താലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവന് പറ്റില്ല. അതൊന്ന് മാറ്റണം. ഒരേ കറച്ചല്ലോ, അതിന് കഷ്ടമായി. ഓക്കാനിച്ചു എന്ന് വരെ പറഞ്ഞു അവര്. ഓക്കാനിച്ചു എന്ന് ശ്രദ്ധിച്ചു പറയാ. വോമിറ്റ് ചെയ്തു കുട്ടി വോമിറ്റ് ചെയ്തു. അവര് എന്താന്ന് അറിയില്ല, വോമിറ്റ് എടുത്തു വിഹാന്. പിന്നെ ഒരു 12 മണിക്ക് ടോസ്റ്റ് കഴിച്ചു. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവാ അല്ലേ കുഞ്ഞി? ഹാപ്പി ആയോ എൻ്റെ കുഞ്ഞ്? ഈ ഡേ കെയർ അയച്ചാൽ നമുക്ക് ചില പേടികളൊക്കെ ഉണ്ടാവും. അവൻ ആ സമയം നമുക്കിപ്പോൾ നമ്മൾ സ്കൂളൊക്കെ അയക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫുഡ് കഴിച്ചിട്ടുണ്ടാവോ, വെറുതെ ഇരിക്കുന്നുണ്ടാവോ, ഒരു പേടിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഈ ഡേ കെയറിൽ ഒരു നല്ല ഒരു ആപ്പ് ഉണ്ട്.
അവർ നമുക്കൊരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ആപ്പിൽ വിഹാന് ഫുഡ് കഴിച്ചതും അവൻ ഇന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്, ആൻഡ് എത്ര വെറ്റ് നാപ്പീസ് ആയിട്ടുണ്ട്, എന്താ ഫുഡ് കഴിച്ച്, എത്ര സെർവിങ് കഴിച്ചിട്ടുണ്ട്, പിന്നെ എല്ലാം ഫോട്ടോസൊക്കെ അവർ നമുക്ക് ഇടും. കുട്ടികൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ആ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സോ അതൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണം പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ വന്നിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ്. ഞങ്ങളുടെ പാരൻസ് വന്നിട്ട് അവർ നാട്ടിൽ സേഫായിട്ട് റീച്ചായി. ഇത് ഞാൻ അപ്പം തന്നെ എടുക്കണം വിചാരിച്ചതാണ്. പിന്നെ നമുക്ക് കുറച്ച് തിരക്കായിപ്പോയി. ആൻഡ് അവരും റിട്ടേൺ വീട്ടിലേക്ക് പോവാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു. പിന്നെ അവരൊപ്പം കുറച്ച് നേരം കൂടി നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഈ വീഡിയോ എൻഡിങ് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഈ ആപ്പിനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വിഹാൻ പോയ ഒരു 1 വീക്കും വന്നിട്ട് ഭയങ്കര ക്രാങ്കി ആയിരുന്നു. അവന് മനസ്സിലായി അവനെ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം വിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് അവൻ നല്ല ക്രാങ്കി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സേവ് ചെയ്ത് എപ്പോഴും എൻ്റെ മെമ്മറിയിൽ ഇരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഡേ കെയർ അല്ലേ, നമുക്കൊക്കെ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ അത് വിടുമ്പോൾ എനിക്ക് ഒരു ഹാപ്പി ആയിട്ടും ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റായിട്ട് വിട്ടിട്ട് ഇരിക്കുന്ന അതൊരു സാഡ്നെസ്സും ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾ ഇങ്ങനെയല്ലേ പഠിക്കണ്ടേ. I hope you guys like this video. See you in next one. Bye.